ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുവാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ? അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാർ ബട്ടൺ ഹൈപ്പും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ശിവശങ്കരൻ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ വന്ന് ബാലചന്ദ്രനുമായിട്ട് സംസാരിക്കുകയാണ്. അതായത് ഒരു ആവശ്യം, അതായത് ബാലചന്ദ്രനും കൂടെ നിന്ന് വേണം ഈ ഒരു ആവശ്യം എനിക്ക് സാധിച്ചു തരേണ്ടതെന്ന് പറയണം. അപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, എന്താണ് ശിവേട്ട കാര്യം പറയൂ എന്ന് പറയണം. അപ്പം മറ്റൊന്നുമല്ല, ഹരിയുടെ ഒപ്പമുള്ള ബാക്കി എല്ലാവരും ജാമ്യത്തിലിറങ്ങി, ഹരിക്ക് മാത്രം ഇതുവരെ ജാമ്യം കിട്ടിയില്ല. ഓക്കെ, അത് എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ് ശിവേട്ട. അതിപ്പോൾ എന്താ നമ്മളിനി ചെയ്യേണ്ടത്? അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, ഞാൻ വേറൊന്നുമില്ല ബാലേന്ദ്ര, അലീനയെ കൊണ്ട് നമ്മുടെ ശരണ്യരടുത്ത് ഈ ബോക്സോ കേസിൽ നിന്നും ഒന്ന് അവനെ ഒഴിവാക്കി തന്നാൽ മതി. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്കതറിയാം. പക്ഷേ അവന് ആ തെറ്റിൻ്റെ ശിക്ഷ അവന് കിട്ടിക്കോട്ടെ. പക്ഷേ ഈ 2 കൊല്ലം മുന്നേ ഈ കുട്ടി ശരണ്യ എന്ന് പറയുന്ന കുട്ടീനെ ബലാത്സംഗം ചെയ്തു എന്നുള്ള ബോക്സോ കേസ് ഒന്ന് ഒഴിവാക്കുക. അത് കോടതിയിൽ ശരണ്യ മൊഴി കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഹരിക്ക് ജാമ്യം കിട്ടും എന്നുള്ളതാണ് ആ ഒരു കാര്യം അലീനയുടെ അടുത്തൊന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രനും ഒപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഒരു പറയുമ്പോൾ ഒരു ഇതുണ്ടാവും. അപ്പം ബാലചന്ദ്രൻ പറഞ്ഞു, ശിവേട്ട ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു കാര്യവും ആയി ശിവേട്ടൻ അലീനയുടെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ തന്നെയും അതിന് ഒരു റിസൾട്ട് കിട്ടത്തില്ല. മറുപടി ഞാൻ ഇപ്പം തന്നെ പറയാം. കാരണം അലീന പ്രത്യേകിച്ച് ഹരിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിന് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം അലീനയോട് ചെയ്ത ആ ഒരു തെറ്റ് എത്രത്തോളം ആണെന്നറിയാലോ. അപ്പോൾ ആ തെറ്റ് അതിൻ്റെ ഇരട്ടിയായിട്ടാണ് ശരണ്യ ഒരു പെൺകുട്ടിയെ പ്രേമിക്കുക മാത്രമല്ല സ്വന്തം കൂട്ടുകാർക്കും കൂടെ കാഴ്ചവെച്ചിരിക്കണു. ആ തെറ്റ് അവൾ ഒരിക്കലും പൊറുക്കില്ല. ശരണ്യയ്ക്ക് ഇന്ന് ഈ അവസ്ഥ വന്നത് ഹരിയുടെ ഒരാളുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് എന്ന രീതിയിലൊക്കെ ബാലേന്ദ്രനും പറഞ്ഞു. ഞാൻ കുറ്റപ്പെടുത്തണമല്ല കേട്ടോ, തെറ്റ് തന്നെയാണ്. പിന്നെ ശിവേട്ടൻ പറയും പോലെ അവൻ സത്യം ചെയ്ത് പറഞ്ഞു, 2 കൊല്ലം മുന്നേ ഞാൻ ശരണ്യയെ പീഡിപ്പിച്ചിട്ടില്ല എന്ന്. ഹരി പറയുന്ന കാര്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ശിവേട്ട എന്നുള്ളതും പറഞ്ഞു കേട്ടോ. ഒടുവിലെ ശിവൻ പറഞ്ഞു, എന്തായാലും ഞാൻ അലീനയുടെ അടുത്തൊന്ന് സംസാരിച്ച് നോക്കട്ടെ ബാലേന്ദ്ര. അപ്പോൾ പറഞ്ഞു, എന്തായാലും ശിവേട്ട സംസാരിച്ചു, എന്തായാലും ഞാൻ കടയിലോട്ട് പോവാണ്. ഇതിൻ്റെ അലീനയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആൻസർ ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, വൈജയന്തി എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അലീന ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും വൈജയന്തി ഇനി ഇവിടെ തുടർന്ന് പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ബാലേന്ദ്രൻ്റെ തീരുമാനം അപ്പം തന്നെ ശിവശങ്കരനെ അറിയിച്ചു. കാരണം വേറൊന്നുമില്ല, എന്തായാലും ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞില്ല, അവളും നിങ്ങളോട് പറഞ്ഞില്ല. നിങ്ങളുടെ നിർബന്ധപ്രകാരമാണ് വൈജയന്തിനെ നിങ്ങൾ ഇങ്ങോട്ട് നെടുമ്പുരയ്ക്കലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കുറ്റപ്പെടുത്തൽ നിങ്ങൾ കേൾക്കേണ്ടി തന്നെ വരും ശിവേട്ട എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുകയാണ്. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല ഇതിനൊരു തീരുമാനം വേണ്ടേ ബാലേന്ദ്ര, എന്താണ് ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ബാലേന്ദ്രൻ പറയണത്, എന്തായാലും അലീന കഴിഞ്ഞ ദിവസം അലീനയുടെ അടുത്ത് ഒരു കാര്യമായിട്ട് നമ്മുടെ വൈജയന്തി ചെന്നിരുന്നു. അതായത് 2 ആഴ്ചത്തെ സമയം കൊടുത്തേക്കാണ് അലീനയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. അവൾ പോകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു എന്ന്. അങ്ങനെ പോകുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ വൈജയന്തിയുടെ ആരാണ് അലീന എന്നുള്ള സത്യം ഞാൻ വെളിപ്പെടുത്തും ശിവേട്ട, അതിനൊരു മാറ്റവുമില്ലാന്ന് ബാലേന്ദ്രൻ പറഞ്ഞു. പിന്നെ എന്താണ് ശിവൻ പറയണത്? ബാലേന്ദ്രൻ നേരെ കടയിലോട്ട് പോവാണ്. ശിവശങ്കരൻ നേരെ അലീനയെ കാണാൻ വേണ്ടി അലീനയുടെ ബെഡ്റൂമിലോട്ട് ചെല്ലുകയാണ്. അലീനയ്ക്ക് പനിയൊക്കെ ആണെന്നറിഞ്ഞു. അപ്പോൾ നേരെ ചെല്ലുകയാണ്. അപ്പോൾ അങ്കിളാണോ, വാ അങ്കിളെ, എന്നിട്ട് റൂമിലോട്ട് കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. കയറിക്കോളാൻ പറഞ്ഞു. എനിക്ക് അലീനയുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. വേറൊന്നുമല്ല, ഹരിയുടെ ഒരു കാര്യമാണ്. ഹരിക്ക് വേണ്ടിയിട്ടൊരു സഹായം അലീന ചെയ്തു തരണമെന്ന് പറയണം. അപ്പോൾ അലീന ഇങ്ങനെ അന്താളിച്ച് നിൽക്കണേ, എന്ത് സഹായമാണെന്ന് ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ ഇന്നതുപോലെയാണെന്ന്. പക്ഷേ
ഈ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്തും ശിവശങ്കരൻ ശരണ്യരടുത്ത് അലീന ഇന്നതുപോലെ പറയണം എന്നുള്ളൊരു റെക്കമെൻഡേഷനാണ് വന്നത്. ഒരിക്കലും അലീന അതിന് സമ്മതിച്ചു കൊടുക്കില്ല. അലീന അതിലേക്ക് പോവത്തുമില്ല. അങ്ങനെ കാരണം തീർത്തി എന്നെ ശിവശങ്കരൻ്റെ അടുത്ത് പറയാണ്, ഞാൻ ഒരിക്കലും ഹരിക്ക് വേണ്ടിയിട്ട് ശരണ്യരുടെ അടുത്ത് പോവില്ല. കാരണം അവൻ ചെയ്ത തെറ്റിൻ്റെ ആഴം അത്രത്തോളമുണ്ട്. അങ്കിൾ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി പോവില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ശിവശങ്കരൻ വൈജയെ കാണുന്നുണ്ട്. വൈജയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ശിവശങ്കരൻ പോവാണ്. കാരണം വന്ന കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ വൈജയന്തിയുടെ കാര്യങ്ങളെല്ലാം ശിവശങ്കരൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. ഇന്നതുപോലെയാണ്, ഞാൻ ഇനി ഇവിടെ നിൽക്കണമെങ്കിൽ അലീന ഈ വീട്ടിലുണ്ടാകാൻ പാടില്ല, എനിക്ക് എൻ്റെ വീടും എൻ്റെ മക്കളെയും തിരിച്ചു കിട്ടണം എന്നുള്ള ഡിമാൻഡാണ് വൈജയന്തി വെച്ചേക്കുന്നത്. അപ്പം അലീനയും ബാലചന്ദ്രനും സംസാരിക്കുന്ന രംഗം പിന്നെ കാണിക്കുന്നുണ്ട്. അതായത് അലീന പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം മാഡം എൻ്റെ റൂമിൽ ഞാൻ കിടക്കാൻ സമയത്ത് വന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താണ്. അപ്പോൾ വേറൊന്നുമല്ല, വെല്ലുവിളിക്കാനായിട്ടൊന്നുമല്ല, ഒരു റിക്വസ്റ്റുമായിട്ടാണ് വന്നത്, ഇന്നതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിന് മറുപടിയായിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വേറൊന്നുമല്ല ചെയ്യുന്നതിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നിൻ്റെ ആഗ്രഹം അങ്ങനെയാണ്, അതായത് നിനക്ക് ഇവിടെ നിന്ന് പോകണം, മാഡത്തിന് നീ കൊടുത്ത വാക്കാണ് നിനക്ക് പാലിക്കണം എന്നുണ്ടെങ്കിൽ, പക്ഷെ നീ എന്നോടൊരു വാക്ക് ചോദിച്ചില്ലല്ലോ മോളെ എന്ന് ബാലചന്ദ്രൻ അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛാ കാരണം ഞാൻ എന്നായാലും ഇവിടെ നിന്ന് പോകേണ്ടവളാണ്. അമ്മ അങ്ങനെയല്ല, ഈ വീട്ടിൽ വേണ്ട ആളാണ്, അവരുടെ 3 പേരുടെ അമ്മയാണ്. ഞാൻ ഇവിടെ നിന്ന് പോകേണ്ടവളുമാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഈ കുടുംബം ഇന്ന് ഓരോ സ്ഥലത്ത് നിന്നും എടുത്ത് കൂട്ടി ഈ നിലയിൽ എത്തിച്ചു തന്നത് നീ അല്ലേടി മോളെ. നീ അങ്ങനെ പോയാൽ ഈ കുടുംബം അതോടുകൂടി അനാഥമാവുകയാണ്, ഈ കുടുംബം അതോടുകൂടി ചിന്ന ഭിന്ന ആയി പോവുകയാണ് എന്തിങ്ങനെ ബാലേന്ദ്രൻ പറയാണ്. പക്ഷേ ഇത് എത്ര നാളിങ്ങനെ തുടരും വെച്ചാൽ, അമ്മ ഒരു വശത്ത് യുദ്ധം ചെയ്യാനെന്ന പോലെ അമ്മ നിൽക്കുന്നു, നമ്മളിത് എത്ര നാൾ ഇങ്ങനെ പോകും. അതുകൊണ്ട് ഇതിനൊരു പരിണാമം വേണ്ടേ, അതുകൊണ്ട് അച്ഛൻ സത്യങ്ങളെല്ലാം അമ്മയെ അറിയിക്കണം. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഇറങ്ങുന്ന നിമിഷം ഞാൻ ആ സത്യങ്ങളെല്ലാം വൈജയന്തിയോട് പറയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. പറയണം, അച്ഛൻ പറയുക തന്നെ വേണമെന്ന് അലീന പറയുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു എന്താ പറയണേ, അങ്ങും ഇങ്ങും ഇല്ലാത്ത രീതിയിലാണ്. നമ്മുടെ അലീനയ്ക്ക് ഒരു പക്ഷേ ഇനിയിപ്പോൾ ഈ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്നും പോകേണ്ടി വരുമോ എന്നൊന്നും അറിയില്ല. അതിൻ്റെ ഇടയിൽ പിന്നെ കാണിക്കുന്ന സീനെന്ന് പറയുന്നത്, നമ്മുടെ എന്തായാലും രോഹിത്തിനെ കോളേജിലോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും രോഹിത്തിന് വേണ്ട മനോധൈര്യവും പ്രചോദനവും ഒക്കെ അലീന കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷ്ണമോളും ബബിതയും കോളേജിൽ പോയിട്ട്, സ്കൂളിലും കോളേജിലും പോയിട്ട് വരുന്ന സമയത്ത് അലീന ചായയൊക്കെ ഇട്ട് റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ച് അടുക്കളയിൽ കയറുമ്പോഴേക്കും ബബിത ഓടി വന്ന് അലീനേനെ ഓടിച്ച് വിടേനെ. അതെ, ചായയൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം, അവിടെ പോയി ഇരിയെന്ന് പറയുന്നുണ്ട് അലീനയുടെ അടുത്ത്. എൻ്റെ ബബിത നല്ല അടിപൊളി ചായയൊക്കെ ഇട്ട് കൊണ്ടുവന്ന് അലീനയ്ക്ക് കൊടുക്കുന്നുണ്ട്. കൃഷ്ണമോളുടെ അടുത്ത് പറയും, നീ പോയി കഴിച്ചോളാൻ ബബിത പറയണേ. ഇപ്പം ചേച്ചി അനിയത്തി വലിയ കൂട്ടാണല്ലോ. അവസാനം അലീന ബബിതയ്ക്ക് സ്വീറ്റ്സ് എന്തൊക്കെ എടുത്ത് വായിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ അതിൻ്റെ പരാതി പറയുന്നുണ്ട്, ഇപ്പം നമ്മളടുത്ത് പണ്ടത്തെ സ്നേഹമൊന്നും ഈ അലീന ചേച്ചിക്ക് ഇല്ല എന്നൊക്കെ പറയുന്ന സീനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നോക്കാം. നമ്മുടെ ശിവശങ്കരൻ നെടുമ്പുരയ്ക്കൽ വന്നിട്ട് അലീനയോട് റെക്കമെൻഡ് ചെയ്തുവെങ്കിലും അതിനൊരു ഫലം ഉണ്ടായില്ല. കാരണം അതിന് അങ്ങനെ പറഞ്ഞിട്ട് അലീന ഒരിക്കലും ആ ഒരു ഇതിലേക്ക് നിൽക്കില്ല എന്ന് തന്നെ പറഞ്ഞു. കാരണം ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടി പെൺകുട്ടിയോട് ചെയ്ത ഹരിക്ക് വേണ്ടിയിട്ട് ഒരു റെക്കമെൻഡേഷനും ഞാൻ ചെയ്യില്ല അങ്കിളെ എന്ന് തന്നെ തീർത്ത് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ശിവശങ്കരൻ നമ്മുടെ ശരണ്യയുടെ അച്ഛനെ വിളിക്കുന്ന സീനൊക്കെ വരുന്നുണ്ട്. അതിൽ പ്രഭാകരനെ വിളിക്കുന്നുണ്ട്. അപ്പം പ്രഭാകരൻ്റെ അടുത്ത് ഇങ്ങനെ ഹരിയുടെ അച്ഛനാണ് ഞാനെന്ന് ശിവശങ്കരൻ പറയുന്നുണ്ട്. അത് കേട്ടതും പ്രഭാകരൻ ഞെട്ടാണ്. കാരണം എന്ന് വെച്ചാൽ എന്തിനു വിളിച്ചു എന്നുള്ളത്. അപ്പം കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ഫോൺ കട്ട് ചെയ്ത് കളയരുത്, എൻ്റെ മകൻ്റെ ഒരു കാര്യം പറയാനാണ്. എൻ്റെ മകൻ ചെയ്ത തെറ്റല്ലെന്നല്ല, പക്ഷേ ചെയ്യാത്തൊരു കുറ്റം, പോക്സോ കേസിൽ നിന്ന് അവനെ നിങ്ങളൊന്ന് ഒഴിവാക്കി തരണം. അതിന് വേണ്ടിയിട്ട് ശരണ്യ ഒന്ന് കോടതിയിൽ മൊഴി പറയണം, സത്യമായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ അയാൾ വെല്ലുവിളിക്കണേ, ഒരിക്കലുമില്ല, എന്തൊക്കെ കേസ് നിങ്ങളുടെ മകൻ്റെ ആഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക, അവൻ എത്രത്തോളം ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റുമോ ഞാൻ മേടിച്ചു കൊടുക്കും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ ആ ഒരു റൂട്ട് മാപ്പ് ഏതൊക്കെ രീതിയിലാണ് ഇനി പോകുന്നതെന്ന് അറിയില്ല. അതുപോലെ നമ്മുടെ രേവതിക്കുട്ടി ഇനി അലീനയെ കാണാൻ വരുന്ന സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രേവതിക്കുട്ടി വന്ന് 2 ദിവസം ഇവിടെ നിൽക്കുന്ന സീനുണ്ട്. പിന്നെ ചിന്നുമോളുടെ കാര്യത്തിൽ അവരൊരു തീരുമാനം എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ
പല കാര്യങ്ങളിലും നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവാണ്. എന്തായാലും വൈജയന്തി എടുത്ത തീരുമാനത്തിന് ഇനിയൊരു മാറ്റം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് എന്തായാലും കാത്തിരിക്കാം. നമ്മുടെ മഴതോറും മുമ്പേ സീരിയൽ ഇനി ഏതൊക്കെ രീതിയിലാണ് പോകുന്നതെന്നും പുതിയ ട്വിസ്റ്റ് എന്തൊക്കെയാണെന്നും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, അതിനോടൊപ്പം തന്നെ ഒന്ന് സ്റ്റാർ ബട്ടൺ ഹൈപ്പ് കൊടുക്കുക. പിന്നെ വേറെ ഒന്നുമില്ല, ഇന്ന് എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു ചെറിയ പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വോയിസിലൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മഴതോറും മുമ്പേ സീരിയൽ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ വരാനിരിക്കുന്ന പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.